മണ്ണ് പരിശോധന എന്നുള്ള ടേംസ് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. മണ്ണ് പരിശോധിക്കുക, സാധാരണ മണ്ണ് പരിശോധിക്കുന്നത് കൃഷി ആവശ്യത്തിന് മണ്ണ് പരിശോധിക്കുന്നുണ്ട്, അല്ലാതെ എൻജിനീയറിംഗ് പർപ്പസിനും മണ്ണ് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് എൻജിനീയറിംഗ് പർപ്പസിനെ പറ്റിയാണ്. നമ്മളൊരു സ്ട്രക്ചർ, ഒരു സാധാ വീട്, നമ്മളൊരു ഫൗണ്ടേഷൻ സാധാരണ 2 അടിയാണ് നമ്മൾ ഫൗണ്ടേഷൻ്റെ ഹൈറ്റായിട്ട് സാധാരണ നമ്മൾ കേരളത്തിലെല്ലാവരും ചെയ്യുന്ന ഉറച്ച മണ്ണിൽ. ഇപ്പോൾ ലാൻഡിൻ്റെ അവൈലബിലിറ്റിയും പിന്നെ പ്രൈസും വെച്ച് നോക്കുമ്പോൾ പലരും ചതുപ്പ് പോലുള്ള നിലങ്ങളിൽ ഭൂമി മേടിക്കാൻ ഫോഴ്സ്ഡ് ആവുകയാണ്. അപ്പോൾ അവിടെയും നമുക്ക് വീട് പണിയണ്ടേ? പറ്റും. നമ്മുടെ ബുർജ് ഖലീഫ തന്നെ എന്തുമാത്രം എഞ്ചിനീയറിംഗ് മാർവലാണെന്ന് പറയാം. ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാര്യം അത്രമാത്രം ഫൗണ്ടേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ മാർവലാണ് ഈ പറയുന്ന ബുർജ് ഖലീഫ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊച്ചു കേരളത്തിലെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരൻ 2 നില വീട് വയ്ക്കുമ്പോൾ അത് ചതുപ്പാണെങ്കിൽ എന്ത് ചെയ്യണം? ഭൂമി പരിശോധിക്കണം. അവിടെയാണ് സോയിൽ റിപ്പോർട്ടിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ സോയിൽ ടെസ്റ്റിംഗ്. അത് വെറുമൊരു റിപ്പോർട്ടല്ല, ഒരു പ്രൊഫഷണലായിട്ട് നമ്മുടെ ഭൂമി നമ്മൾ തുരന്നു നോക്കി മണ്ണിൻ്റെ എൻ വാല്യൂ എന്ന് പറയുന്ന ഒരു ടെർമിനോളജിയാണ് നമ്മൾ എൻജിനീയേഴ്സ് അഡാപ്റ്റ് ചെയ്യുന്നത്. അത് പരിശോധിച്ച് അതനുസരിച്ചായിരിക്കും ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മളൊരു ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്താൽ മാത്രമേ നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ വളരെ സ്ട്രോങ് ആയിരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം അസർട്ടൈൻ ചെയ്യണമെങ്കിൽ സോയിൽ ടെസ്റ്റ് അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യം, അടുത്തുള്ള പ്ലോട്ടിൻ്റെ സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ പോരെയെന്ന്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് അസുഖം വരുമ്പോൾ നിങ്ങളുടെ ചേട്ടൻ്റെയോ അനിയൻ്റെയോ ലാബ് റിപ്പോർട്ട് എടുത്താണോ താങ്കൾ നോക്കുന്നത്? അതേ ചോദ്യം തന്നെയാണ് ഇവിടെയും ഉള്ളത്. സോയിൽ റിപ്പോർട്ട് വളരെ ആവശ്യമാണ്. ഒരു 25,000 to 50,000 ആ റേഞ്ചിലാണ് അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. പക്ഷേ നിങ്ങൾ ലക്ഷങ്ങളും കോടികളും മുടക്കുന്ന വീടുകൾക്ക് അതിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾ പ്രോപ്പർ നോക്കിയില്ലെങ്കിൽ ഇത് പണി തീരുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. പലപ്പോഴും ഞാനൊരു ടെക്നിക്കൽ ആർബിട്രേറ്റർ കൂടെയാണ് കോടതിയുടെ. അപ്പോൾ പല കേസുകളിലും ഫൗണ്ടേഷൻ സെറ്റിൽ ചെയ്യുമ്പോൾ കോൺട്രാക്ടറെ പഴിചാരും. കോൺട്രാക്ടർ അപ്പോൾ തന്നെ പറയുന്ന കാര്യമാണ്, സോയിൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ക്ലയൻറ്റ് വേണ്ടാന്ന് പറഞ്ഞു. സോ ഇപ്പോൾ ഇവിടെ കുറ്റക്കാരൻ ആരാണ്? നമ്മൾ സ്വയം ബുദ്ധിപരമായി വേണം എപ്പോഴും വീട് പണി ചെയ്യാൻ. ആ വീട് പണിക്ക് ഉള്ള കാര്യം മാത്രമല്ല, ബിൽഡിംഗ് പണിയുമ്പോഴുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും പൈസ പാഴാകുന്നു എന്നൊരു തോന്നൽ വരാതെ സോയിൽ ടെസ്റ്റ് ആവശ്യമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എഞ്ചിനീയറെയോ ആർക്കിടെക്റ്റിനെയോ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.